നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായി നേർന്നുകൊണ്ട് വചനം നിൻ വചനം എന്ന ഈ എളിയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം വചനപ്രഘോഷണ മേഖലയിൽ അധികമാരും ചിന്തിക്കുവാനോ പ്രഘോഷിക്കുവാനോ വിചിന്തനം ചെയ്യുവാനോ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വചനഭാഗമാണ്. വചനഭാഗം ഇതാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യമാണ്. വചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു: ഒരുവൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ഒക്കെ ആണെന്ന് ഭാവിക്കുന്നു എങ്കിൽ അവൻ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പ്രവാസികളായ മലയാളികൾ ഒരുപക്ഷെ ഈ വചനം ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ സഭ സ്പിരിച്വൽ പ്രൈഡ് അല്ലെങ്കിൽ സ്പിരിച്വൽ ജലസി എന്ന ഒരു അവസ്ഥാവിശേഷത്തിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥാവിശേഷം ഇന്നത്തെ സഭയിലും നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിലും ഒരു ക്യാൻസർ പോലെ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1866 ഖണ്ഡികയിൽ പ്രൈഡ് അല്ലെങ്കിൽ അഹങ്കാരം 7 മൂലപാപങ്ങളിൽ ഒരു പാപമായിട്ട് കണക്കാക്കപ്പെടുന്നു. വിശുദ്ധ പൗലോസ്ലീഹ ഈ ലേഖനം പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി ഗലാത്യ സഭയ്ക്ക് എഴുതുന്നത് AD 53-നും 58-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. അന്ന് ഗലാത്യ സഭയിൽ ഈ ഒരു സ്വഭാവ വിശേഷം, ഈ സ്പിരിച്വൽ പ്രൈഡ് നിലനിന്നിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അന്നത്തെ സഭ അഹങ്കാരത്തിന് വിധേയരായതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ എഴുതുവാൻ കാരണമായത്. സ്പിരിച്വൽ പ്രൈഡും സ്പിരിച്വൽ ജലസിയും രണ്ടും രണ്ടാണ്. സ്പിരിച്വൽ ജലസി എന്ന് പറയുന്നത് ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു ആത്മീയ ശുശ്രൂഷകൻ മറ്റൊരു ആത്മീയ ശുശ്രൂഷകനോട് തോന്നുന്ന അസൂയയാണ് സ്പിരിച്വൽ ജലസി എന്ന് നാം വിശേഷിപ്പിക്കപ്പെടുന്നത്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ പ്രൈഡിനെ കുറിച്ചാണ്, അതായത് ആത്മീയ അഹങ്കാരം. ഇന്ന് നാം ഒരു സഭയിലേക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ പ്രവാസികളായ നാം പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു പ്രൈഡിന് അടിമയായിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് സഭയിലേക്ക് കടക്കുമ്പോൾ അതിന് സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുന്നു. ഈ ആത്മീയ അഹങ്കാരം ഏറ്റവും സൂക്ഷ്മവും അപകടകരവുമായ ഒരു അവസ്ഥാവിശേഷമാണെന്ന് ഞാൻ പറയുവാൻ കാരണം, ഈ അഹങ്കാരം മനുഷ്യനിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ്. അതായത് ഒരു മനുഷ്യൻ താൻ ഒന്നുമല്ലെങ്കിൽ പോലും ഒന്നുമല്ലാതിരിക്കുന്ന ഒരു മനുഷ്യൻ ആരോ ഒക്കെ ആണെന്ന് കരുതി സ്വയം അഹങ്കരിച്ച് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന, തൻ്റെ സ്വന്തം കഴിവുകളിലും അഹങ്കരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയെയാണ് സ്പിരിച്വൽ പ്രൈഡ് അല്ലെങ്കിൽ ആത്മീയ അഹങ്കാരം എന്ന് നാം വിശേഷിപ്പിക്കപ്പെടുന്നു. ഈ സ്പിരിച്വൽ പ്രൈഡ് സഭാ സമൂഹത്തെ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ 2 പേർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായി പോകുന്നത് കാണുന്നു. ചുങ്കക്കാരനും പരീശനും ഒരുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായി പോകുന്നു. ഈ ഉപമ നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതായതിനാൽ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം, ദൈവസന്നിധിയിൽ നിൽക്കാൻ പോലും യോഗ്യനല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചുങ്കക്കാരൻ തന്റെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് ഹൃദയം മുട്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എന്നാൽ പരീശനാകട്ടെ സ്വന്തം കഴിവിൽ മറ്റുള്ള ആളുകളുമായി
കമ്പയർ ചെയ്തുകൊണ്ട്, താരതമ്യപ്പെടുത്തിക്കൊണ്ട്, ഞാൻ മറ്റുള്ളവനേക്കാൾ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അതുകൊണ്ട് ദൈവസന്നിധിയിൽ അവൻ സ്വയം പുകഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിപ്പോകും. വചനം നമ്മളോട് പറയുകയാണ്, ദൈവസന്നിധിയിൽ ചുങ്കക്കാരൻ കൂടുതൽ ന്യായീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് തിരിച്ചുപോയി എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം സഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. ഒരു വൈദികനെ ഇഷ്ടമല്ല, ഒരു സന്യാസിനിക്ക് വേറൊരു സന്യാസിനെ ഇഷ്ടമല്ല, ഒരു ആത്മീയ ശുശ്രൂഷകന് വേറൊരു ആത്മീയ ശുശ്രൂഷകനെ ഇഷ്ടമല്ല. ഇങ്ങനെ അഹങ്കാരമാകുന്ന പാപത്തിൽ ജീവിച്ചുകൊണ്ട് മനുഷ്യൻ ഇന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇത് തന്നെയാണ് ഇന്ന് ശിവമലബാർ സഭയിലും എറണാകുളം ഡയസിസിലുള്ളവർക്ക്, എറണാകുളം രൂപതയിലുള്ളവർക്ക്, പാലാ രൂപതയിലുള്ളവരെയോ ചങ്ങനാശ്ശേരി രൂപതയിലുള്ളവരെയോ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതാനും വ്യക്തികൾ പറയുന്നതാണ് ശരി എന്ന് അവർ ചിന്തിക്കുന്നു, മറ്റുള്ളവർ അവർ പറയുന്നതാണ് ശരി എന്ന് അവർ കരുതുന്നു. രണ്ടുപേരും പറയുന്നത് ശരിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ഒരുവൻ ഒന്നുമല്ലാതിരിക്കെ ആരോ ഒക്കെയാണെന്ന് ചിന്തിക്കുന്നു എങ്കിൽ, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എങ്കിൽ, അവൻ സ്വയം വഞ്ചിക്കപ്പെട്ട് ജീവിക്കുന്നവനാണ്. അതിന് മാറ്റമില്ല. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ചിന്തിക്കുന്നവരും ഇങ്ങനെ പെരുമാറുന്നവരും സ്വയം വഞ്ചിതരായി കഴിയുന്നവരല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥ വിശേഷത്തിനാണ് സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുന്നത്. സ്പിരിച്വൽ പ്രൈഡിന്റെ നിർവചനം എന്താണ് എന്ന് ചോദിച്ചാൽ, ചുരുങ്ങിയ വാചകത്തിൽ നാം പറയുകയാണെങ്കിൽ, ദൈവം തന്ന ആത്മീയ അനുഗ്രഹങ്ങൾ, പ്രാർത്ഥന, ഉപവാസം, ശുശ്രൂഷ, വചനജ്ഞാനം, വിശുദ്ധി എന്നിവയിൽ അഭിമാനിച്ച് മറ്റുള്ളവരെക്കാൾ താൻ ആത്മീയതയിൽ മുൻപിലാണ് എന്ന് കരുതുന്ന മനോഭാവത്തെയാണ് സ്പിരിച്വൽ പ്രൈഡ് എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഇതാണ് സ്പിരിച്വൽ പ്രൈഡിന്റെ ഒരു ഡെഫിനിഷൻ. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അഹങ്കാരി സ്വന്തം കഴിവിൽ അഹങ്കരിക്കുന്നുവെന്ന്. ഇത് വളരെ ശരിയാണ്. ഇന്നത്തെ സമൂഹം അങ്ങനെയായിപ്പോയി. അങ്ങനെയാണ് ഇന്നത്തെ സമൂഹം നിലകൊള്ളുന്നത്. വിശുദ്ധ സെന്റ് അഗസ്റ്റിൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സ്പിരിച്വൽ പ്രൈഡ് കൊണ്ടാണ് മാലാഖമാർ പോലും പിശാചുക്കളായി മാറിയതെന്ന്. വിശുദ്ധ ജോൺ വിയാനിയും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ജോൺ വിയാനി പറയുകയുണ്ടായി, സ്പിരിച്വൽ പ്രൈഡ് ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ഈവിൾസ്. വളരെ സിമ്പിൾ ആയിട്ടാണ് മഹാനായ വിശുദ്ധനായ ജോൺ വിയാനി സ്പിരിച്വൽ പ്രൈഡിനെ പറ്റി പറയുന്നത്. ജോൺ വിയാനിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, സഭയിലെ ഏറ്റവും മാരകമായ പാപങ്ങളിൽ, അപകടകരമായ പാപങ്ങളിൽ ഒന്നാണ് സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിശുദ്ധനായ അൽഫോൺസ് ലിഗോറി പറയുകയുണ്ടായി, സ്പിരിച്വൽ പ്രൈഡ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് എനിമി ഫോർ അവർ സാൽവേഷൻ. പ്രിയ സഹോദരങ്ങളെ, ഈ വിശുദ്ധന്മാരെല്ലാം ഒരേ സ്വരത്തിൽ സ്പിരിച്വൽ പ്രൈഡിനെ പറ്റി പറയണമെങ്കിൽ അത് എത്രയോ മാരകമായ ഒരു പാപമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത് എന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. ഇന്ന് നാം ഏതെങ്കിലും ഒരു പള്ളിയിലേക്കോ ഒരു സഭാമധ്യത്തിലേക്കോ കടന്നു ചെന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഏതാനും ആളുകൾ മറ്റുള്ളവരെക്കാൾ സ്പിരിച്വലി മേന്മയുള്ളവരാണ് എന്ന് കരുതി ഓടി നടക്കുന്നതായിട്ട്. ഇന്ന് കേരള കത്തോലിക്ക സഭയിൽ അനേകം പേരുകേട്ട വചന പ്രഘോഷകരുണ്ട്. ഈ വചന പ്രഘോഷകർ വചനം പ്രഘോഷിക്കുവാനായി ഏതെങ്കിലും ഒരു സഭയിലേക്ക്, ഒരു സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കുറെ അനുയായികളെ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ അവരുടെ അനുയായികളായി, അവരുടെ അനുയായികൾ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട്, ആരോ ഒക്കെ ആണ് എന്ന സ്വയം അഭിമാനിച്ചുകൊണ്ട്, അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ന് നമ്മുടെ പള്ളികളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്നോ, ഞാൻ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളാണോ എന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിച്ചുകൊണ്ട് ആത്മീയ വഞ്ചകരായി ജീവിതം നശിപ്പിക്കരുത് എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്.
സഭയിൽ ഞാൻ കാണുന്ന, അല്ലെങ്കിൽ എന്നെ പോലെ അനേകർ കാണുന്ന ഒരു സവിശേഷതയെ പറ്റി പറയുവാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ സമയം ചിലവഴിക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾക്ക് എന്തു മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന് എന്തിന് നിങ്ങൾ അഹങ്കരിക്കുന്നു? പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്നും പറയുന്നത് പോലെ ഈ ലോകത്തിലേക്ക് നാം പിറന്നു വീണത് ഒന്നുമില്ലാതെയാണ്. ഈ ലോകത്തിൽ നിന്ന് നാം വിട്ടുപോകേണ്ടതും ഒന്നും കയ്യിൽ കൊണ്ടുപോകാൻ സാധിക്കാതെയാണ്. എന്തെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ആത്മീയതയാണ്. നിത്യതയിലേക്ക് നാം പോകുമ്പോൾ എന്തെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അത് നമ്മുടെ നന്മകൾ മാത്രമാണ്. എല്ലാം നമുക്ക് ദൈവം ദാനമായി തന്നിട്ടുള്ളതാണ്. പ്രവാസികളായ നാം അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ലണ്ടനിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ, പ്രവാസികളായ നമുക്ക് ദൈവം തന്നതല്ലാതെ മറ്റെന്താണ് സുഹൃത്തുക്കളെ ഉള്ളത്? ഒരു ആവറേജ് കുടുംബത്തിൽ നിന്ന്, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ദൈവം നമ്മളെ കൈപിടിച്ച് ഈ രാജ്യത്ത് കൊണ്ടുവന്ന് നല്ല അവസ്ഥയിൽ ജീവിക്കുവാനുള്ള സാമ്പത്തിക ഭദ്രത ദൈവം നമുക്ക് തന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതിൽ അഹങ്കരിക്കുവാനായി ഒന്നുമില്ല. ദൈവം തരാത്തതായി നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നുമില്ല. എന്നാൽ ഇന്ന് മനുഷ്യരുടെയും സ്വഭാവം, അവരുടെ പ്രവൃത്തികൾ നാം കാണുമ്പോൾ സ്വയം അഹങ്കരിച്ചുകൊണ്ട്, സ്വന്തം കഴിവിൽ അഹങ്കരിച്ചുകൊണ്ട്, സ്വന്തം ബുദ്ധിയിൽ അഹങ്കരിച്ചുകൊണ്ട്, ബുദ്ധിയുടെ കെട്ടിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ജീവിക്കുന്നത് കാണുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, എവിടേക്കാണ് നാം പോകുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം തന്നതല്ലാണ്ട് എന്ത് മഹാത്മ്യമാണ് പ്രിയ സുഹൃത്തുക്കളെ നമുക്കുള്ളത്, പ്രിയ സഹോദരങ്ങളെ നമുക്കുള്ളത്. എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം സ്വയം വഞ്ചിക്കുകയാണ്. ആത്മീയ അഹങ്കാരം ഒരു മനുഷ്യനിൽ വന്നു തുടങ്ങുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് ആദ്യമായി അകന്നു പോവുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്. രണ്ടാമതായി, ഇങ്ങനെ നാം ആത്മീയ അഹങ്കാരത്തിന് അടിമകളാകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നാം കവർന്നെടുക്കുകയാണ്. നാം ദൈവമായി മാറാൻ ശ്രമിക്കുകയാണ്. ഇത് തന്നെയാണ് മാലാഖമാർക്കും പറ്റിയത്. അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞത്, മാലാഖമാർ പോലും വീണുപോയ ഒരു പാപ സാഹചര്യമാണ് സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായി, ഇത് നമ്മളെ മറ്റുള്ളവരെ വിധിക്കുവാനായി, നമ്മളെ ഒരു കമ്പാരിസന് വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതുതന്നെയാണ് പരീശനും ചുങ്കക്കാരനും സംഭവിച്ചത്. ഈ ആത്മീയ അഹങ്കാരത്തിന് നാം എന്ന് അടിമകളാകുന്നു, ഈ ആത്മീയ അഹങ്കാരത്തിലേക്ക് നാം എന്ന് വീഴുന്നുവോ അന്ന് നാം മറ്റുള്ളവരെ വിധിക്കുവാൻ തുടങ്ങും. ഞാൻ മറ്റുള്ളവനേക്കാൾ ശ്രേഷ്ഠനാണ്, ആത്മീയ കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ ഇടപെടുന്നവനാണ്, ആത്മീയ കാര്യങ്ങളിൽ ഞാൻ ശ്രേഷ്ഠനാണ് എന്ന് ചിന്തിക്കുന്ന അന്ന് മുതൽ നമ്മുടെ ആത്മീയ അധപതനം തുടങ്ങുകയാണ്. പക്ഷെ നാം അതറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ കഴിവുകളും വ്യത്യസ്തങ്ങളായ ചോദ്യപേപ്പറുകളുമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഈ ചോദ്യപേപ്പർ വ്യത്യസ്തങ്ങളാണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവന്റെ ജീവിതത്തെ അനുകരിക്കുവാൻ, അവൻ ചെയ്യുന്നത് പോലെ നാമും ചെയ്യുവാനായിട്ട്, മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അതുപോലെ നാം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ്, ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതത്തിൽ നാം പരാജയപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളിൽ, ദൈവം തന്നിരിക്കുന്ന, ദൈവം വിളിച്ചിരിക്കുന്ന ആ വിളിയിൽ വിശ്വസ്തരായിക്കൊണ്ട്, ഏത് വിളിയിലേക്കാണോ നാം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ വിളിയിൽ വിശ്വസ്തരായിക്കൊണ്ട്, അഹങ്കാരത്തെ വെടിഞ്ഞുകൊണ്ട് എളിമയോടുകൂടി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയാൽ, സഭയുടെ പ്രബോധനം അനുസരിച്ച് ഈ മൂലഭാവത്തിൽ നിന്ന് നമുക്ക് വിമുക്തി കിട്ടണമെങ്കിൽ അഹങ്കാരം വെടിഞ്ഞ് ദൈവം തന്ന ദാനമാണ് ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എളിമയോടുകൂടി ജീവിക്കുവാൻ നാം തയ്യാറാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, എളിമയെന്ന പുണ്യം ജീവിതത്തിൽ നൽകിക്കൊണ്ട് എളിമയോടുകൂടി ജീവിക്കുവാൻ, ദൈവശുശ്രൂഷയിൽ എളിമയോടുകൂടി വർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് തന്ന ദാനമല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുവാനും, ഒന്നുമല്ലാത്ത ഞങ്ങൾ ആരൊക്കെയാണെന്ന് ചിന്തിക്കാതെ സ്വയം എളിമപ്പെട്ടുകൊണ്ട് വഞ്ചിതരായി ജീവിക്കുവാൻ ഇടയാകാതെ ദൈവസന്നിധിയോ
എളിമയോടുകൂടി ജീവിക്കുവാനുള്ള വരപ്രസാദം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെ നയിക്കണമേ. സഭയെയും സഭാധികാരികളെയും ആത്മായ ശുശ്രൂഷകരെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നയിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് സഭാ ശുശ്രൂഷ ചെയ്യുന്ന മക്കളായി ജീവിക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് തരയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കൂടുതൽ ആത്മീയതയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.